വെൽക്കം ടു വേൾഡ് മാലോ. 2024 കേരളവുമായി ബന്ധപ്പെട്ട ഇയർ ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഇതിൻ്റെ PDF നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏകദേശം 600ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ PDF വേണമെന്നുള്ളവർ ഇൻസ്റ്റഗ്രാമിലോ മെയിലിലേക്കോ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെ? ബേപ്പൂർ. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെ? ബേപ്പൂർ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രൻ. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രൻ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിന്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളി സന്തോഷ് വിശ്വനാഥൻ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിന്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളി സന്തോഷ് വിശ്വനാഥൻ. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ PT ബാബുരാജ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ PT ബാബുരാജ്. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. കേരളത്തിലെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ഡഫേദാർ K സിജി. കേരളത്തിലെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ഡഫേദാർ K സിജി. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A ഷാജഹാൻ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡർ വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡർ വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത K ഗോപാൽ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത K ഗോപാൽ. പുതിയ കേരള ലോകായുക്തയായി നിയമിതനാകുന്നത് ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. പുതിയ കേരള ലോകായുക്തയായി നിയമിതനാകുന്നത് ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. കേരള സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരള സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ശാരദ മുരളീധരൻ. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ശാരദ മുരളീധരൻ. WFI അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി സ്മിത AS. WFI അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി സ്മിത AS. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. പ്രശസ്ത സാഹിത്യകാരി P വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ. പ്രശസ്ത സാഹിത്യകാരി P വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ.
കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ ഗീതാകുമാരി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ ഗീതാകുമാരി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ പ്രേംകുമാർ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ പ്രേംകുമാർ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എസ്. അനിൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എസ്. അനിൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി.പി. ജഗതിരാജ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി.പി. ജഗതിരാജ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് അലക്സാണ്ടർ തോമസ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് അലക്സാണ്ടർ തോമസ്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കെ കൈലാസനാഥൻ. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കെ കൈലാസനാഥൻ. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. 2024 ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 161. 2024 ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 161. വൈദ്യുതി ഉദ്ഘാടനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം, കോട്ടയം, കടലുണ്ടി, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം, കടലുണ്ടി. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി കവിയൂർ പൊന്നമ്മ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി കവിയൂർ പൊന്നമ്മ. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശൂർ. ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തൃശൂർ. ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തൃശൂർ. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മിഷൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മിഷൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം കെ-ഷോപ്പി. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം കെ-ഷോപ്പി. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളം. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. തൃശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റൈഡിന് നൽകിയ പേര് ഓപ്പറേഷൻ ടൊറേഡൽ ഓറോ. തൃശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റൈഡിന് നൽകിയ പേര് ഓപ്പറേഷൻ ടൊറേഡൽ ഓറോ.
കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് എവിടെ? പുതുശ്ശേരി, പാലക്കാട്. കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് എവിടെ? പുതുശ്ശേരി, പാലക്കാട്. കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത്, കോട്ടയം. കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത്, കോട്ടയം. പക്ഷാഘാതം നിയന്ത്രിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതി മിഷൻ സ്ട്രോക്ക്. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതി മിഷൻ സ്ട്രോക്ക്. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ, എറണാകുളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ, എറണാകുളം. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരിതമുണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം കാർത്തുമ്പി കുട നിർമ്മാണം, അട്ടപ്പാടി. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം കാർത്തുമ്പി കുട നിർമ്മാണം, അട്ടപ്പാടി. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ നിള. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ നിള. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല തിരുവനന്തപുരം. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല തിരുവനന്തപുരം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്ന ജില്ല എറണാകുളം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്ന ജില്ല എറണാകുളം. 2024 വർഷത്തെ ശാസ്ത്രമേള വേദി ആലപ്പുഴ. 2024 വർഷത്തെ ശാസ്ത്രമേള വേദി ആലപ്പുഴ. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ CG രാജഗോപാൽ. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ CG രാജഗോപാൽ. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരിക്കുന്ന കമ്മിറ്റി ജസ്റ്റിസ് S. സിരിജഗൻ കമ്മിറ്റി. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരിക്കുന്ന കമ്മിറ്റി ജസ്റ്റിസ് S. സിരിജഗൻ കമ്മിറ്റി. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയതാരാണ്? പ്രഭാവർമ്മ. വയനാട് ദുരന്തത്തിലെ സമാനതകൾ ഇല്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മ. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ ഫുട്പാത്ത്. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ ഫുട്പാത്ത്.
ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പ് ഹരിതമിത്രം. ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പ് ഹരിതമിത്രം. ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170. ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170. ഇന്ത്യയിലെ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് എവിടെ? കൊല്ലം. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് എവിടെ? കൊല്ലം. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണം അടിച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത് KMTA. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണം അടച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത് KMTA. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി സത്യമേവ ജയതേ. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി സത്യമേവ ജയതേ. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകൻ. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകൻ. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിന്റെ പദ്ധതി KFON. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിന്റെ പദ്ധതി KFON. കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് ഡബിൾ ഡക്കർ ട്രെയിൻ. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് ഡബിൾ ഡക്കർ ട്രെയിൻ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നതെവിടെ? കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നതെവിടെ? കാസർഗോഡ്. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നാസയുടെ ചാന്ദ്രദൗത്യമായ അർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ ചാന്ദ്രദൗത്യമായ അർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തി സംഗീത് ശിവൻ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തി സംഗീത് ശിവൻ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. ശാരീരിക മാനസിക വെല്ലുവിളികളെ നേരിടുന്നവരെയും കിടപ്പു രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പു രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? മഞ്ഞ നിറം. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? മഞ്ഞ നിറം. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിന്റിംഗ് മോഹിനി.
2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിന്റിംഗ് മോഹിനി. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് എവിടെ? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് എവിടെ? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതി ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതി ശലഭം പദ്ധതി. ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷ്. ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷ്. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതിയിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനം വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര് ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര് ഓപ്പറേഷൻ അമൃത്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ മത്സ്യഫെഡ് ആരംഭിക്കുന്ന കേരള സീഫുഡ് കഫേ പ്രവർത്തനം തുടങ്ങിയത് എവിടെ? ആഴാക്കുളം, തിരുവനന്തപുരം. ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ മത്സ്യഫെഡ് ആരംഭിക്കുന്ന കേരള സീഫുഡ് കഫേ പ്രവർത്തനം തുടങ്ങിയത് എവിടെ? ആഴാക്കുളം, തിരുവനന്തപുരം. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി പൊൻവാക്ക്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഒന്നിൽ കുറയാത്ത പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ, ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി കേരള വിനോദസഞ്ചാര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കേരള ടൂറിസം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഒന്നിൽ കുറയാത്ത പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ, ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി കേരള വിനോദസഞ്ചാര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കേരള ടൂറിസം. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന 2024 MK സാനു പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന 2024 MK സാനു പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല കൊല്ലം. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി സാറ ജോസഫ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി സാറ ജോസഫ്. ഓഫീസുകളിൽ ഉച്ചയൂണ് ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ലഞ്ച് ബെൽ. ഓഫീസുകളിൽ ഉച്ചയൂണ് ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ലഞ്ച് ബെൽ.
ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശൂർ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശൂർ. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം. 700-ൽ ഏറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. 700-ൽ ഏറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. മൊത്ത ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിഷേധ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. മൊത്ത ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. 2024 ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടെ അനുബന്ധിച്ചിട്ടാണ് വള്ളിക്കുന്ന് പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികൾ. 2024 ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടെ അനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികൾ. ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ 115-ാമത് സമാധി വാർഷികമാണ് 2024 ആചരിച്ചത്? തൈക്കാട് അയ്യ. ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ 115-ാമത് സമാധി വാർഷികമാണ് 2024 ആചരിച്ചത്? തൈക്കാട് അയ്യ. ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യാവസായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഡ്രീം വെസ്റ്റർ. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യാവസായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഡ്രീം വെസ്റ്റർ. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ആപ്പ്. ഖദർ. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ആപ്പ് ഖദർ. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി കുട്ടിയിടം. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി കുട്ടിയിടം. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം. കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ കൽപ്പ സുവർണ, കൽപ്പ ശതാബ്ദി. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ കൽപ്പ സുവർണ, കൽപ്പ ശതാബ്ദി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യകരണം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യകരണം. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? ഡോക്ടർ E.K. ജാനകി അമ്മാൾ. 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയിട്ടുള്ളത്? ഡോക്ടർ E.K. ജാനകി അമ്മാൾ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് എവിടെ? കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് എവിടെ? കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂർ. 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. കൊച്ചുവേളി, നേമം. നേമം തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ കൊച്ചുവേളി, നേമം. നേമം തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ,
കൊച്ചുവേളി, തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുവാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി KJ ബേബി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി KG ബേബി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള നോവൽ മാവേലിമന്റ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള നോവൽ മാവേലിമന്റ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടനും അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്ന നടൻ TP മാധവൻ. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടനും അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്ന നടൻ TP മാധവൻ. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഗോൾ ഫോർ വയനാട്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഗോൾ ഫോർ വയനാട്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സ്വാതന്ത്ര്യവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സ്വാതന്ത്ര്യവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളക് IISR ചന്ദ്ര. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് IISR ചന്ദ്ര. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയത് AK ശശീന്ദ്രൻ. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയത് AK ശശീന്ദ്രൻ. ക്യാൻസർ ചികിത്സ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി കാരുണ്യസ്പർശം. ക്യാൻസർ ചികിത്സ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി കാരുണ്യസ്പർശം. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനം സർവത്ര. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനം സർവത്ര. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ സഹജ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ സഹജ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.